പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശബ്ദത്തിനൊക്കെ ചെറിയൊരു പിടുത്തുണ്ട്. ഭയങ്കര അനോയിന്റിംഗ് ആയി കർത്താവ് കഴിഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയണം കേട്ടോ. ഇന്ന് നമുക്കൊരു പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുമ്പോൾ കർത്താവ് ഈ ഒരാഴ്ച കണ്ടുമുട്ടുന്ന സകലരിലേക്കും ദൈവകൃപ വർഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ബാറൂക്ക് പ്രവചനം 4:21. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. ബാറൂക്ക് പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. തുടർന്ന് പറയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ധൈര്യമായിരിക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും പറഞ്ഞ ഏതൊക്കെ ശക്തികളാണോ ഇന്ന് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളുമായി, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകാം, ഭൗതിക ജീവിതത്തിലുണ്ടാകാം. ഈ സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലൊക്കെ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്ന ശത്രുകരങ്ങളിൽ നിന്ന്, അവരുടെ ശക്തിയിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കർത്താവെ, ഇത് ശ്രവിക്കുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെയും ജീവിതത്തിൽ ഈ വചനം അഭിഷേകമായി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ധ്യാനത്തിൽ പങ്കെടുത്ത 20 പേർക്ക് വേണ്ടിയും ഞാൻ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഇന്നലെ തുടങ്ങി അവരുടെ കൃപയുടെ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. ശക്തമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി അവരെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.